ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടെസ്ല എന്ന് പറയുന്നത് കുറച്ചധികം വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് പല പ്രാവശ്യങ്ങളിലായിട്ടും അവർ ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റിയും ഇഷ്ടംപോലെ ചർച്ചകൾ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും ഇൻ്റർനാഷണലി നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ടെസ്ലയേക്കാൾ വലിയൊരു കാർ മാനുഫാക്ചറർ BYD ആണ്. ഇലക്ട്രിക്കും പ്ലഗിൻ ഹൈബ്രിഡും എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ടെസ്ല മാത്രമല്ല മറ്റുള്ള ചില ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കാർ മേക്കേഴ്സിനും ഇവിടെ ഈസി ആയിട്ട് വരാൻ പറ്റും. ഇതിപ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് ടെസ്ലയ്ക്ക് വേണ്ടി ചെയ്ത പോലെ എനിക്ക് ചെറുതായിട്ട് തോന്നി. കാരണം അവർ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എന്തായാലും ഇതിന് മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യം ടെസ്ല അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ടാക്സ് കുറയ്ക്കുക, എന്നാലും ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റൂ, പോസിബിലിറ്റീസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ പ്ലാന്റ് ഇട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഫൈനലി അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ടാക്സ് കുറഞ്ഞു എന്ന് പറയുമ്പം ഇത്രയും കാലം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 110% ആയിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ പുറത്ത് 30 ലക്ഷം വരുന്നൊരു വാഹനമാണെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും 30ൻ്റെ 100% എന്ന് പറയും, 110% പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 35 ലക്ഷം രൂപ അടുത്ത് കൂട്ടിക്കോ. അതായത് ഏകദേശം 65 ലക്ഷം രൂപ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരും. അതിൻ്റെ കൂടെ നമുക്കിപ്പം വണ്ടിയുടെ റോഡ് ടാക്സ് വരും, പിന്നെ അഡീഷണൽ ആയിട്ട് ഡീലറിൻ്റെ ബെനിഫിറ്റ്, അതുപോലെ കമ്പനിയുടെ വിൽക്കുന്നതിൻ്റെ പ്രോഫിറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു 70 ലക്ഷം രൂപ അടുത്ത് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്, അതായത് നമ്മുടെ റോഡ് ടാക്സ് തുടങ്ങിയ സാധനങ്ങൾ കൂട്ടാതെ തന്നെ വില വരും എക്സ്ഷോറൂമിൽ. ഇപ്പോൾ ഇവർ ഇത് കുറച്ച് നേരെ 15% ആക്കിയിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും, 10 ലക്ഷം വരെ വരുന്ന ഒരു വാഹനം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 15% ടാക്സ് എന്ന് പറയുമ്പം 1.5 ലക്ഷം രൂപ ടാക്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് 11.5 ലക്ഷം രൂപയായിരിക്കും ഈ വാഹനത്തിൻ്റെ ഏകദേശം ഇങ്ങോട്ട് വരുമ്പോഴേക്കുള്ള പ്രൈസ്. അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഡീലറിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്, കമ്പനിയുടെ ബെനിഫിറ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കിയാലും ഒരു 12.5-13 ലക്ഷം രൂപയ്ക്ക് അവർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ഇറക്കാനും പറ്റും. പക്ഷേ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ 10 ലക്ഷം രൂപയുടെ വണ്ടി അവർക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് $35,000 മുകളിൽ വില വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ക്രൈറ്റീരിയയിൽ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് $30,000 എന്ന് പറയുമ്പോൾ $35,000 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ 30 ലക്ഷം രൂപയുടെ അടുത്ത് വില വരും. അത്രയും വിലയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ 15% ടാക്സ് ആവുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതിന് താഴെയുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ശരിക്കും 110% തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ താഴത്തേക്കൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം ഇമ്പോർട്ട് ടാക്സ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ അത്രയും വില വരുന്ന വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതും വില അതിനേക്കാൾ പകുതി കുറഞ്ഞ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ കാണാം. ഇതിനകത്ത് അവർ ടേൺ അറൗണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ്. അത് രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും 2,500 കോടി രൂപയുടെ ടേൺ അറൗണ്ട് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും 5,000 കോടി രൂപയുടെ ടേൺ അറൗണ്ട്, ആൻഡ് ലാസ്റ്റ് 5th ഇയർ ആകുമ്പോഴേക്കും 7,500 കോടി രൂപയുടെ ടേൺ അറൗണ്ട് വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 4,150 കോടി രൂപയാണ് ഈ ഒരു സംഭവത്തിനകത്ത് ചേരുന്നവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 120 ദിവസത്തിനുള്ളിൽ കമ്പനികൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു പോളിസിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇന്ത്യയിൽ വരുത്തിയിരിക്കണം. അതിലവർ ഇതുവരെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒന്നും കൂട്ടില്ല. ഇപ്പോൾ ഒരു കമ്പനി ഇന്ത്യയിൽ ഓൾറെഡി ഒരു 2,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അതിനുശേഷമാണ് അവരിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ 4,150 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇവർ ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ ഇവർ വാങ്ങുന്ന സ്ഥലം, ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും തന്നെ റേറ്റ് അവർ കൂട്ടുന്നതായിരിക്കില്ല. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വാഹനം ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന് അങ്ങനെ നോക്കുമ്പം ഈ 4,150 കോടി എന്ന് പറയുന്ന ഒരു വളരെ വലിയ എമൗണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവർ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ 25% എങ്കിലും ലോക്കലൈസേഷൻ കൊണ്ടുവന്നിരിക്കണം. അതായത് ഫുൾ പാർട്സ് അവർക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 25% എങ്കിലും ഇവിടെ ഉണ്ടാക്കിയ പാർട്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് 5 വർഷം ആകുമ്പോഴേക്കും 50%-ലോട്ട് കൂടും. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. 50% ഒക്കെ ആകുമ്പോൾ തന്നെ ബാക്കിയുള്ളതിൻ്റെയും കൂടെ ലോക്കലൈസേഷനൊക്കെ കമ്പനികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ലോക്കലൈസേഷൻ നമുക്ക് ഇവിടെയുള്ള വെൻഡേഴ്സിനെ നമുക്ക് മീൻസ് കമ്പനികൾക്ക് ഇവിടെയുള്ള വെൻഡേഴ്സിന് സപ്ലൈസിനൊക്കെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഇൻ്റർനാഷണൽ മാനുഫാക്ചറേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെൻഡേഴ്സിനും സപ്ലയേഴ്സിനൊക്കെ ആയിരിക്കണം അവർക്ക് ഇവിടെ വേണ്ടത്, ഒരുപാട് ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ആവാതെ. ഇനി നമുക്ക് വീണ്ടും ടെസ്ലയുടെ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. ഈ ഒരു പോളിസിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്ന ടെസ്ലയാണ് ഡെഫിനറ്റ്ലി. പിന്നെ അതിന് പുറമെ ഫോക്സ് വാഗനും അതുപോലെ ഹ്യുണ്ടായും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പം രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും അവർക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇൻ്റർനാഷണലി ഇവർക്ക് ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഹ്യുണ്ടായൊക്കെ ഇപ്പം നമുക്ക് ഐനിക് 5 ഇവിടെ CKD ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ബാക്കിയുള്ള വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ. പിന്നെ ഫോക്സ് വാഗൻ ആണെങ്കിലും അവർക്ക് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ. അവർ ID4 കഴിഞ്ഞ
വർഷം കൊണ്ടുവരുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് വന്നില്ല. ഈ വർഷം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിലായിരിക്കാം അവർ നമ്മുടെ ID4 പിന്നെ മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ കമ്പനികൾക്ക് 8000 ഇലക്ട്രിക് വാഹനങ്ങൾ വരെ ഒരു വർഷം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. നമ്മളിപ്പം നോർമൽ കേസിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പഴയ റൂൾ അനുസരിച്ച് ഈ 110% ഇമ്പോർട്ട് ടാക്സിൽ ആകെ 2500 വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് ആനുവലി കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു റൂളിൻ്റെ അണ്ടറിലാണ് ഫോക്സ്വാഗൻ ഇത്രയും കാലം അവരുടെ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തും CKD ആയിട്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പം നമ്മുടെ പുതിയ റൂളിൽ അതൊക്കെ മാറി. 8000 എന്ന് പറയുമ്പം അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയാണ്. അവർക്ക് ഇന്ത്യയിൽ വണ്ടികൾ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ അവർ ഇന്ത്യയിൽ ഇറക്കുന്ന സമയത്ത് വണ്ടികൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ സെറ്റപ്പ് ചെയ്ത് ലോക്കലൈസ് ചെയ്ത് വണ്ടികൾ ഇറക്കാവുന്നതേ ഉള്ളൂ. ഇനി ടെസ്ലയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഇവർ ഇന്ത്യയിൽ ടെസ്ല മോഡൽ 3 മോഡൽ Y ആണ് കൊണ്ടുവരുന്നതായിട്ടാണ് ഇനീഷ്യലി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ CBU ഫോമിൽ വരുമ്പോഴേക്കും ഇവരുടെ മോഡൽ 3 മോഡൽ Y ഒക്കെ ഇന്ത്യയിൽ നമുക്ക് ഏകദേശം ഒരു 35-40 ലാക്സിൻ്റെ ഒക്കെ റേഞ്ചിൽ കിട്ടി തുടങ്ങേണ്ടതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ന്യൂസിലൊക്കെ 21-22 ലാക്സിൻ്റെ അണ്ടറിൽ ടെസ്ല 2025 പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു വാഹനം ഇറക്കും എന്ന് പറയുന്നുണ്ട്. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം $35,000 മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അവർക്ക് ഇത്ര ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കിട്ടുള്ളൂ. അതിന് താഴത്തുള്ള വാഹനങ്ങളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി അതിനനുസരിച്ച് കുറയില്ല. അപ്പോൾ പിന്നെ അവർ ചിലപ്പം ഫ്യൂച്ചറിൽ ലോക്കലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കേസ് വല്ലതായിരിക്കും പറഞ്ഞത്. അല്ലാതെ എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇനീഷ്യലി വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ടെസ്ല പോലുള്ളൊരു ബ്രാൻഡ് ഇപ്പം ഇന്ത്യയിൽ ഈവൻ ഒരു 35-40 ലാക്സിൻ്റെ റേഞ്ചിൽ വണ്ടി ഇറക്കിയാൽ പോലും ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സ്വീകാര്യത തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കാരണം ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇഷ്ടംപോലെ കാലമായിട്ട് ആൾക്കാർ കേൾക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ബ്രാൻഡാണ്. ചിലവർക്ക് നല്ല ഹേറ്റ് ഉണ്ടാവും ടെസ്ലയോട്, അത് വേറെ കാര്യം. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ ഇൻ്റർനാഷണലി ഇവരുടെ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രൈസിൽ വരികയാണെങ്കിൽ നമ്മുടെ മഹീന്ദ്രയുടെ XEV90 ഒക്കെ ടോപ്പ് എൻഡിൻ്റെ ഒക്കെ പ്രൈസുമായിട്ട് ഓൾമോസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു 3-4 ലക്ഷം രൂപയൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇവരുടെ വാഹനങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ അതായിരിക്കും ഇനിയിപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ടാറ്റയുടെ ഇനി വരാൻ പോകുന്ന സിയറ EV, ഹാരിയർ EV, സഫാരി EV ഇത് തുടങ്ങിയ വാഹനങ്ങളെല്ലാം ഏകദേശം ഈ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ 30 ലാക്സിന് അടുത്തായിട്ടൊക്കെ ആയിരിക്കും മാക്സിമം പ്രൈസ് പോയിന്റ് നിൽക്കുന്നത്. സോ അതാണ് നമുക്കുള്ളൊരു കാര്യം വരുന്നത്. ടെസ്ല ആദ്യം അവരുടെ ഷോറൂംസ് മുംബൈ, അതുപോലെ ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങി 3 സ്ഥലങ്ങളിൽ സെറ്റപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനുശേഷമായിരിക്കും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു 90% കൺഫേം ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വണ്ടികൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇനി ഇതിനൊക്കെ വേറിട്ട് നിൽക്കുന്ന വേറൊരു കമ്പനി ഉണ്ട്, അതാണ് BYD. ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് എൻറോൾ ചെയ്യുന്നതിനെ പറ്റി ഇതുവരെ ആരൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവർക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളതായിട്ടും പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി BYDക്ക് ഇന്ത്യയിൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. 2 വർഷം 2022 മുതൽ അവർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് പറയുന്നതാണ് അവർക്ക് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യണമെന്ന്. പക്ഷേ ചൈനീസ് കമ്പനി ആയതുകൊണ്ടും വേറെ പല റീസൺസും കൊണ്ടും അവർക്ക് അതിനുള്ള പെർമിഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ ടെസ്ലയേക്കാളൊക്കെ വളരെ വലിയൊരു മാനുഫാക്ചർ ഇപ്പോൾ തന്നെ BYDക്ക് ഇന്ത്യയിലാവാൻ സാധിച്ചേനെ. ടെസ്ല എന്നല്ല, അതിനിപ്പോൾ വരാൻ പോകുന്നില്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മഹീന്ദ്ര ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, ഇവരെയൊക്കെ ഈസി ആയിട്ട് BYDക്ക് വേണമെങ്കിൽ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. കാരണം അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ അവർക്ക് ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്. മാത്രമല്ല അവരുടെ വാഹനങ്ങളുടെ റിലയബിലിറ്റി പിന്നെ ബാറ്ററി ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഇവർ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു 30 ലാക്സിന് മുകളിലേക്ക് ഇവരുടെ വണ്ടികൾ കിട്ടാറുള്ളൂ. പക്ഷേ ഒരു 20-25 ലാക്സിൻ്റെ റേഞ്ചിൽ ഇവരുടെ ഒരു വാഹനം ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഈ ടെസ്ല വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ വാഹനത്തിന് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സിലേക്ക് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്കെല്ലാം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.